ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് പേരാമ്പ്ര ഷാപ്പിന് മുന്നിലാണ്. ഞങ്ങൾ ഒരു തൃശ്ശൂർ യാത്രയുടെ ഇടയിൽ പേരാമ്പ്ര ഷാപ്പിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എന്തായാലും ബാക്കി വിഷയങ്ങൾ നേരിട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. ഇതുണ്ട്, ഇത്രയും വിഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് കയറി കണ്ടു നോക്കാം. കണ്ടു നോക്കി മാത്രമല്ല, കഴിച്ചു നോക്കാം അല്ലേ. അങ്ങനെ നമ്മൾ ഷാപ്പിൽ കയറിയിട്ട് നേരെ പോയി അവരുടെ അടുക്കളയിലേക്കാണ്. കറികളുടെ മണം അടിച്ചിട്ടുണ്ട്. റോട്ടി രക്ഷയുണ്ടായില്ല. മട്ടൺ ഉണ്ടല്ലേ, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ലിവർ ഉണ്ട്, ബീഫ് പിന്നെ നാടൻ കോഴി, കല്ലുമ്മക്കായ പോർക്കുണ്ട്, കുഴുവൻ പിലോപ്പി പൊഴിയുന്നല്ലേ, പച്ചമുറുണ്ട്, ചേട്ടൻ്റെ പേര് ബിജു. ചേട്ടൻ അല്ല കറി. പിന്നെ അതേ താറാവ് റോസ്റ്റ് ഉണ്ടായിരുന്നിട്ട് എല്ലാവരും കണ്ടിട്ട് കൊതി വന്നിട്ടും പാടില്ല. ചേട്ടൻ പേരുന്നുണ്ട പ്രസാദ്. അവിടെ നമുക്ക് അറിയൊക്കെ ബീച്ചേട്ടൻ പരിചയപ്പെടുത്തിയിരുന്നത്. കള്ള് കൂടിയിരിക്കുന്നുണ്ട്. ഇന്നെന്തായാലും ഞങ്ങൾ കള്ള് ടെസ്റ്റ് ചെയ്യണല്ലോ. ഞങ്ങൾ വേറൊരു വഴിക്കാണ്, ബൈക്കിലാണ്. അപ്പോൾ നല്ല കള്ളല്ലേ. എന്നാൽ ഇവിടുത്തെ മെയിൻ കുക്ക് ഇതാണ്. അപ്പുചേട്ടനാണ്. അപ്പുചേട്ടൻ നമുക്ക് ഫുഡ് വിളമ്പാൻ വേണ്ടി വന്നേക്കണേണ്. കള്ള് രസത്തിന് കൊണ്ടെന്ന് വെച്ചാണ് കഴിക്കണില്ല. ഞങ്ങൾ കള്ള് ഷാപ്പിൽ കയറിയിട്ട് കള്ളില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ. അതാണ് ചേട്ടൻ്റെ പേര് ജോയ്. ചേട്ടൻ്റെ പേരാ മോഹന. ഓക്കെ. ഇവനാണ് കള്ളുകൂടിയിട്ടാണ്. ഞാനല്ല സത്യത്തിൽ. ഇല്ലട്ട് ഇത് രസത്തിന് വെച്ചേക്കാണ്. കാരണം ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ കള്ളുടിക്കാൻ പാടില്ല. ജൂബിക്കല്ലേ, ജൂബിക്ക അച്ചാറുണ്ട്. പോർക്ക് കേട്ടോ. പോർക്ക്. പിന്നെ നാടൻ കോഴി ഇവിടുത്തെ സ്പെഷ്യലാണല്ലേ. ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. അതായത് നമുക്കുള്ള ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. നാടൻ കോഴി വരട്ട് പറഞ്ഞിട്ടുണ്ടായി, പിന്നെ പോർക്ക് പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് പറയുന്നത്. നാടൻ കോഴി വരട്ട് അല്ലേ. വലിയൊരു തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഇവിടെ അതെ. അവിടെ നമ്മളിപ്പോൾ ഇവിടുത്തെ മെയിൻ കുക്ക് എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയുന്ന പറഞ്ഞു. ഇടുന്നുണ്ട് ചേട്ടാ. മതി കൂടി കഴിച്ചു നോക്കാനും വേണം. കൊള്ളാം, നല്ല ടേസ്റ്റ്. ഒന്ന് ചോറും കൂട്ടി നമുക്ക് പിടിച്ചു നോക്കാം എങ്ങനെയാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മെയിൻ ഐറ്റം ആണെന്ന് തോന്നുന്നു അല്ല നാടൻ കോഴി വരട്ട്. ഞങ്ങൾ ഇത് രണ്ടും ടേസ്റ്റ് ചെയ്തോളൂ. കാരണം ഇനി പോയിട്ട് വർക്കുകളാണ്. അപ്പോൾ പോർക്കും പറയും, നാടൻ കോഴി വരട്ടും പറയാം. രണ്ടും കേട്ടിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇതിലെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും കയറി നിങ്ങളും വിസിറ്റ് ചെയ്യണം. കഴിച്ച് ടേസ്റ്റും കൂടി നോക്കണം. എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ലിസ്റ്റ് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്താണ്. പല ദിവസം പല വെറൈറ്റി ഉണ്ട്. ഇന്നിപ്പോൾ കല്ലുമ്മക്കായൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷേ വർക്കിന് പോകണോണ്ട് മാത്രം എല്ലാം കൂടി ടേസ്റ്റ് ചെയ്യാനാണ്. പിന്നെ അതുപോലെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഈ നാടൻ കോഴി പുരട്ട് കിടിലായിരുന്നു കേട്ടോ. അതുപോലെ പോർക്കും. പക്ഷേ പോർക്കിനെക്കാട്ടി എനിക്ക് പോർക്കാ കൂടുതൽ ഇഷ്ടമെങ്കിൽ ഈ നാടൻ കോഴി പുരട്ട് അതിനെക്കാട്ടി കിടിലായിട്ട് തോന്നി ഇവിടുത്തെ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. പിന്നെ നമുക്ക് ഊണും മീൻ കറിയൊക്കെ ഉള്ള ഊണും പിന്നെ ഈ കോഴി നാടൻ കോഴി പുരട്ടും പോർക്കും ഇതെല്ലാം കൂടി നമുക്ക് 360 രൂപയുള്ളൂ കേട്ടോ 2 പേർക്കും കൂടി. പക്ഷേ ആ കള്ള് കൂട്ടാണ്ടാണ് കേട്ടോ. കള്ള് നമ്മൾ കഴിക്കാൻ വെച്ചല്ല, നേരത്തെ പറഞ്ഞിരുന്നു, മറക്കരുത്. അത് നമ്മൾ ഷോയിന് വെച്ചാണ്. ഓക്കെ. ആ കള്ള് കൂട്ടാണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഇത്ര സാധനത്തിന് 360 രൂപ. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിൽ പോകുമ്പോൾ കയറി കഴിക്കണം, അല്ലെങ്കിൽ ആ ടേസ്റ്റ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എന്താ പറയുക, കിടിലൻ ഫുഡായിരുന്നു. ഞാൻ അവരെയും കൂടി നിർത്തിയിട്ടൊരു കാര്യം കൂടി പറയണമെന്നുണ്ടായി. പക്ഷേ അവരവിടെ തിരക്കായിപ്പോയി. നമ്മൾ വരുമ്പോൾ അധികം ആൾക്കാരുണ്ടായില്ല. പിന്നെ അവിടെ ഭയങ്കര തിരക്കായി. മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഷാപ്പിലെ ഡീലിങ്, അതായത് കസ്റ്റമേഴ്സിനോടുള്ള ഡീലിങ് പക്കയായിരുന്നു കേട്ടോ. അതും പിന്നെ ഫുഡും ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകണവർ, തൃശ്ശൂരിനും ചാലക്കുടിയുടെ നടുക്കായിട്ടാണ് ഈ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ പ്രവർത്തിക്കുന്ന ഷാപ്പിൽ നിന്നാണ് നമുക്ക് ഫുഡ് അടിക്കുന്ന വീഡിയോ കാണിച്ചത്. എന്തായാലും അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുക. ഫുഡ് പ്രേമികളും മിസ് ചെയ്യരുത്. കാരണം കിടിലൻ ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ബാക്കിയും കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആകെ ടേസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഞങ്ങളുടെ വർക്ക് നടക്കില്ല. അപ്പോൾ അങ്ങോട്ട് പോകണ വഴിക്ക് കയറിയതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ഇട്ടേക്കും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.